എല്ലാവർക്കും നമസ്കാരം. എല്ലാവരോടും ആദ്യമേ ഞാൻ നന്ദി പറയുവാണ്. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും. പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർത്തു പോകുന്ന മോഹനേട്ടനെയാണ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് മോഹനേട്ടൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമായേനെ എനിക്ക്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. ഈ ഇത്ര വലിയ ട്രാഫിക് എല്ലാം തരണം ചെയ്ത് നിങ്ങളിവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നന്ദി പറയാനുള്ളത് ഈ രാജ്യത്തോടാണ്, ഈ ബുക്ക് അതോറിറ്റി മെമ്പേഴ്സിനോടാണ്. എല്ലാവരോടും ഒരുപാട് നന്ദി. എൻ്റെ പുസ്തകത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ, എൻ്റെ 2 പുസ്തകങ്ങളാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. എൻ്റെ 5ാമത്തെ 6ാമത്തെയും പുസ്തകങ്ങൾ. അതൊന്ന് തണലിടം എന്ന പേരായ 9 ചെറുകഥകൾ അടങ്ങിയ കഥാസമാഹാരമാണ്. 2ാമത്തെ പുസ്തകം ഒരു നോവലാണ്. തണലിടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ നാടായ, ഞാൻ ജനിച്ചു വളർന്ന നാടായ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് പടിയൂർ എന്ന പഞ്ചായത്തിൽ സബർമതി എന്നൊരു സംഘടന നടത്തുന്ന പാവപ്പെട്ട ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന, അശരണരായവർക്ക് താങ്ങായി നിൽക്കുന്ന, വെയിലേറ്റ് വാടുമ്പോൾ ചെന്ന് കയറിക്കാനുള്ള ഒരു ഇടമാണ് തണലിടം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അവരെ ഞാൻ തണലിടം എന്നല്ലാതെ വേറെ എന്താ പേരിടേണ്ടത്? അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ കുഞ്ഞു കുഞ്ഞു കഥകളാക്കി, അത് കഥകളല്ല, പച്ചയായ ജീവിതങ്ങളാണ്. അതിനെ ഞാൻ കഥകളുടെ രൂപത്തിലേക്കാക്കി ഒരു ചെറുകഥ സമാഹാരം ഉണ്ടാക്കിയതാണ്. അവരുടെ പ്രവർത്തനങ്ങളെ ലോകം അറിയണം. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്വാർത്ഥരാണ്. ആരോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ ഇത്തരം ആൾക്കാർ നമുക്കിടയിൽ ജീവിച്ചിരുന്നു വരും തലമുറയും ഇനി വരാനിരിക്കുന്ന തലമുറയും ഇതെല്ലാം അവരെ അറിയണം. കാരണം ഇത് ലോകത്തിന് മുമ്പിൽ ഒരു മാതൃകയാണ് ഈ പ്രവർത്തകർ. അതാണ് എൻ്റെ തണലിടം എന്ന പുസ്തകം. വായിക്കണം. അവരെപ്പോലെ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട് ഒരുപാട് നന്നായിപ്പോയേനെ. ഇപ്പോഴത്തെ അവസ്ഥ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. പിന്നെ ഉള്ളത് എൻ്റെ പ്രയാണം എന്ന നോവലാണ്. സംരക്ഷിക്കപ്പെടേണ്ട കൈകളാൽ, ഒരു മാതൃ സഹോദരനാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അതൊരു റിയൽ സ്റ്റോറിയാണ്. ആ കഥാപാത്രങ്ങളെല്ലാം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് ആ കഥയെക്കുറിച്ച് പറയാനാവില്ല. അതാണ് എൻ്റെ 2 പുസ്തകങ്ങൾ. ഈ സമയത്ത് ഒരുപാട് നെർവസാണ് ഞാൻ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വാക്കുകളില്ല. ഞാൻ വൈക്കും മറ്റുള്ളവർക്ക് കൈമാറുകയാണ്. എല്ലാവരോടും ഒരുപാട് സ്നേഹം, നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത പുസ്തക പ്രകാശനത്തിലേക്ക് പോകാം. ഗീത ചേച്ചിയാണ് പുസ്തകം പ്രകാശനം ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പുസ്തകം ചെറുകഥാ സമാഹാരമാണ്. പ്രകാശനമാണ്. പ്രയാണം ഉഷാചന്ദ്രനാണ് അത് പ്രകാശനം ചെയ്യുന്നത്. മഞ്ജു ശ്രീകുമാറാണ് ആ പുസ്തകം സ്വീകരിക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ നാടിനോട് വളരെയധികം സ്നേഹമുള്ളവരാണ്. പക്ഷേ ശ്രീല എന്ന സ്ത്രീ അത്ര നമ്മുടെ സ്നേഹത്തിൻ്റെ അത്ര എന്നതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ലണ്ടനിൽ തൻ്റെ ഉപജീവനം കഴിക്കുമ്പോഴും ഭാഷയോടുള്ള സ്നേഹം, എഴുത്ത്, അക്ഷരങ്ങളോടുള്ളൊരു നമ്മളെന്താ പറയുക, ഒരുതരം ചിത്രശലഭത്തെ പോലെ അതിൻ്റെ പിന്നാലെ പറന്നു നടക്കാനുള്ള ആഗ്രഹം, ആ ആഗ്രഹത്തിൻ്റെ ഒക്കെ തുടർച്ചയെന്നോണം അവർ മുമ്പ് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള എന്ന് പറയുന്നതിൻ്റെ ആ വിസ്മയ ലോകത്തിലേക്ക് എത്താൻ വളരെയധികം നമ്മൾ സാധാരണ വണ്ടുകൾ പൂക്കൾ തേടി പോകുന്നത് പോലെ അവിടെ നിന്ന് പറന്ന് ഇവിടെ എത്തി. ഈ പറക്കല് ഷാർജയിൽ മാത്രമല്ല, നമ്മൾ അങ്ങനെ കരുതണ്ട. ഫ്രാങ്ക്ഫർട്ടിൽ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഒറ്റയ്ക്ക്
ഒരു ബാഗും തൂക്കി ഈ ശ്രീല എത്തി. അത് കാണിക്കുന്നത് നമ്മുടെ ഭാഷ മാത്രവുമല്ല. ഫേസ്ബുക്കിൽ വന്നിട്ട് ഒരു പോസ്റ്റ്, നമ്മുടെ ഒരു പുസ്തകം അവിടെ കണ്ടതിന്റെ സന്തോഷത്തിൽ ആ സന്തോഷം കൂടി പ്രകടിപ്പിക്കുക. നമ്മളൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളത് നാട് വിട്ട് പോകുമ്പോൾ ഭാഷയെ പലപ്പോഴും, കാരണം ഞാൻ ഒരു ഭാഷാധ്യാപകൻ എന്ന നിലയ്ക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് പാരൻസിനൊരു താല്പര്യമില്ല. മക്കൾ മലയാളം പഠിക്കുന്നത്, പിന്നെ മലയാളം പഠിക്കണമല്ലോ എന്ന് വെച്ചിട്ട് മാത്രമല്ല ഈ പിണറായി ചെയ്യണതിന് പ്രശ്നം ഉണ്ടാക്കണം. കാരണം എൻ്റെ നാട്ടിലിപ്പോൾ മലയാളം ഇല്ലെങ്കിൽ പ്രശ്നമാണ്, നിങ്ങൾക്ക് അഡ്മിഷൻ തരില്ല എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കട്ടെ എന്ന് വെച്ച് ഇപ്പോൾ എന്താ പറയുക പഠിപ്പിക്കുക. പക്ഷേ ശ്രീ അങ്ങനെയല്ല. അതൊരു വലിയ മാതൃകയാണ് ചെയ്തത്. കാരണം ഞങ്ങൾ വളരെ അടുത്ത നാട്ടുകാരാണ്. മഞ്ജു ഇവിടെ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ പുറത്ത് ശ്രീ, ഞങ്ങളൊക്കെ ഒരു ബെൽറ്റാണ്. പ്രയാർ, ഇരിഞ്ഞാലക്കുട, കയ്പമംഗലം, അങ്ങനെ വരുന്ന ഒരു വലിയ ബെൽറ്റിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. വിദേശമുണ്ട്. അപ്പോ ഈ ഒരു ഭാഷയോടുള്ള ബന്ധം, അത് ഭാഷയോട് മാത്രമല്ല, അതാ രസം. എറണാകുളത്ത് താമസിക്കുമ്പോഴും എപ്പോഴും എന്ത് ചെയ്യണമെങ്കിലും എറണാകുളത്ത് ചെയ്യാനല്ല ശ്രീകൃഷ്ണൻ, കാക്കത്തുരുത്തി ചെയ്യാനാണ്, അവിടെ തന്നെ ചെയ്യണം എന്ന് വെച്ചാൽ. അതുകൊണ്ടാണ് എൻ്റെ ഡ്യൂട്ടി പുസ്തകം പരിചയപ്പെടുത്തലാണ്. തണലിടം എന്ന പുസ്തകം ആ കാക്കത്തുരുത്തി, ആ സ്ഥലം തന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കണ്ടുമുട്ടുന്നതിനെയൊക്കെ സ്വാംശീകരിച്ചെടുത്ത്. ആലോചിക്കട്ടെ, എവിടെയാണുള്ളത്? ലണ്ടൻ മഹാനഗരത്തിലാണ്. പക്ഷെ മനസ്സ് കിടക്കണ എവിടെയാ? ഇവിടെയാണ്. അപ്പൊ അവിടെ നടക്കുന്ന ഓരോ സംഭവവും, അവിടെ എന്ത് നടന്നാലും അതൊക്കെ അവിടെ എത്തും. എത്തുക മാത്രമല്ല, ആ എത്തിയതിനെ മുഴുവൻ കഥകളാക്കി അവതരിപ്പിക്കാനുള്ള ത്വര എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷ്, മലയാളത്തില് ഏർജ് എന്ന് പറയും. ഈ ഏർജ് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നതല്ല. അതിന്റെ മറ്റൊരു കാര്യം ഡിറ്റർമിനേഷനാണ്. ഞങ്ങളിന്ന് ഇയാൾ പറഞ്ഞ അത്ര ശരിയല്ല, ഞങ്ങൾ പോയി ഭക്ഷണം കഴിച്ചു. പക്ഷെ സുമയുടെ ഭക്ഷണവും ശ്രീയുടെ ഭക്ഷണവും ഞാനാ കഴിച്ചത്. അതാണ് ഇത്ര വയറുന്നത്. ഇതൊക്കെ ഞാൻ കഴിക്കേണ്ടി വന്നാൽ അവർക്കൊന്നും പറ്റിയില്ല. ഞാൻ പറഞ്ഞത് അവിടെ വെച്ച് ഞങ്ങളൊരു കഥ ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ വളരെ മോശമായതും നല്ലതുമായ അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഒരു സ്ഥലം ഇന്ന് ഞാൻ പറയുന്നില്ല, അവിടെ വെച്ച് കുറച്ച് പേരിങ്ങനെ വട്ടം കൂടിയിരിക്കുന്ന സ്ഥലത്ത് ശ്രീയിൽ അവിടേക്ക് ചെല്ലുന്നു. ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പഴംപൊരിയാണ് അവർ കഴിക്കുന്നത്. അപ്പൊ ഈ പഴംപൊരി ശ്രീല വന്നപ്പോൾ എന്തോ അവർക്കൊരു ഒരു അസ്വാരസ്യം തോന്നി. അപ്പൊ അത് ശ്രീലയ്ക്ക് കൊടുക്കേണ്ടി വന്നപ്പോൾ ശല്യം എന്ന രീതിയിൽ പറയുന്നു. ശ്രീല അത് മനസ്സിലിടുന്നു. ഒരവസരം കിട്ടുമ്പോൾ ഈ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിലെ ഇവിടെ വരുന്ന സകലർക്കും വേണമെങ്കിൽ ഞാൻ പലതിന് വേണ്ടി കൊടുക്കും. അതിന്റെ കാശുണ്ട്. ഞാൻ അഹങ്കാരം പറയല്ല. പക്ഷേ അഹങ്കാരമല്ല, മറിച്ച് അതാണ് ഒരു സ്ത്രീയുടെ കരുത്ത് എന്ന് പറയുന്നത്. ഈ കരുത്താണ് സ്ത്രീയെ കൊണ്ട് ആലോചിച്ച് നോക്കണം. തണലിടം എന്ന വാക്കിൽ വളരെ കുളിരുള്ള ഒരു കാര്യമുണ്ട് അല്ലേ? മറക്കണ്ട, ഏറ്റവും സ്ട്രോങ് മനസ്സുള്ളവരിൽ നിന്നും മാത്രമേ അത്തരത്തിലുള്ള കഥകൾ ഉണ്ടാകൂ. ആ കഥകൾ സ്വന്തം ഗ്രാമത്തിന്റെ കഥകളാണ്. അതിനെയാണ് ശ്രീല അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ പുസ്തകം ഇവിടെ സൂചിപ്പിച്ചു. ഇന്ന് പത്രം തുറന്നാൽ, TV തുറന്നാൽ, എവിടെ ചെന്നാലും നമ്മൾ കേൾക്കുന്നത് സ്ത്രീകൾക്കെതിരെ, പ്രത്യേകിച്ച് കുട്ടികൾക്കെതിരെ ക്രൂരമായ പീഡനങ്ങളുടെ കഥകളാണ്. അത്തരത്തിലുള്ള ഒരു സംഭവത്തെ നിങ്ങളെ ഉള്ള് അലിയിക്കുന്ന, അതോടൊപ്പം തന്നെ രോഷമുണ്ടാക്കുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള പുസ്തകമാണ് പ്രയാണം. ഈ രണ്ട് പുസ്തകങ്ങളും, ഈ ഓരോ പുസ്തകം, കാരണം ആദ്യം വന്ന സമയത്ത് ഈ ശ്രീലയ സമയത്തും വേറൊരു മെച്ചം
യാത്ര ചെയ്യാനുള്ള, ഇന്ത്യയായാലും വേണ്ടില്ല, ലോകത്തിലായാലും വേണ്ടില്ല, ഇവിടെ വരുമ്പോഴൊക്കെ ആ യാത്രകളെ അപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കാനും കഴിവുണ്ട്. ഈ രണ്ട് പുസ്തകങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീലയുടെ ഈ രണ്ട് പുസ്തകങ്ങൾ വായിച്ചിരിക്കണം. ശ്രീലയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മലയാളത്തോടുള്ള സ്നേഹം കൂടിയാണത്. മലയാളത്തെ സ്നേഹിക്കുന്ന ഒരാളോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ് ഈ രണ്ട് പുസ്തകങ്ങളും. ഇതോടൊപ്പം കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ ശ്രീലയ്ക്ക് കഴിയട്ടെ. എന്റെ സ്നേഹം, അഭിനന്ദനം, അനുഗ്രഹം, പ്രാർത്ഥന. ശീലയുടെ ബുക്ക് ഒരു 3 ദിവസം മുന്നേ കിട്ടി, അല്ലെങ്കിൽ 4 ദിവസം മുന്നേ. ഞാനത് ഒരു ദിവസം തന്നെ അത് വായിച്ചു തീർത്തു. അപ്പോൾ വായിച്ചു തീർത്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ചില ശീല കുറെ കാലം കൊണ്ട് പ്രവാസിയാണ്. മസ്കറ്റ്, ദുബായിൽ, UK കടയിക്കൊണ്ടിരിക്കുമ്പോഴും ആ നാടിനോടുള്ള സ്നേഹം, ആ നാട്ടുകാരോടുള്ള സ്നേഹം, അവർ ചെയ്യുന്നൊരു തണലിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുണ്ടായിരിക്കും. അതിനെ കണ്ടെത്തി ആ പടിയൂരിന് പറഞ്ഞ എൻ്റെ സുഹൃത്തുണ്ട് ബിജു ചാണശ്ശേരി, അദ്ദേഹത്തിന്റെ ചേട്ടൻ ദിലീപ്, ഇവരൊക്കെ ഇതിലുള്ള പ്രവർത്തകരാണ് ഈ സബർമതിയിൽ. അപ്പോൾ സബർമതിയെ പറ്റി എനിക്ക് മുന്നേ അറിയാം അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ അത് ഇത്രയും വിശാലമായിട്ടും ഒക്കെ ചെയ്യുന്നുള്ളത് ഈ പുറലോകത്തെ അറിയിച്ചു. പുറലോകം വെച്ചാൽ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലാണ് ശ്രീനാഥ് പ്രകാശനം ചെയ്ത് എല്ലാവരും അറിയിക്കുന്നത്. അതിപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ ഇത്തരം പാവപ്പെട്ടവരുണ്ട്, തണല് തേടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് എല്ലാവരും തണല് കൊടുക്കാൻ സന്നദ്ധരാവും ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ. അത്രയും ഹൃദയസ്പർശിയായിട്ടാണ് ശ്രീനാഥിൽ കുത്തിപ്പിടിച്ചത്. വേറൊരു ഇന്റർവ്യൂ ഞാൻ കാണാനുണ്ട് രാജീവ് ഗഡ്കരി, അത് ചെറുപ്പത്തിൽ കുത്തിപ്പിടിച്ച് തരുമെന്ന് പറഞ്ഞു. അതൊക്കെ പക്ഷെ കോവിഡിന് മരണം മുഖാമുഖം കണ്ടതിന് ശേഷം ആ മനസ്സൊന്നും ചേഞ്ച് ആവാൻ വേണ്ടി എന്തൊക്കെ എഴുതണമെന്നിട്ട് അതിനുശേഷം എഴുതിയതാണ് 5ാമത്തെയും 6ാമത്തെയും പുസ്തകം. 5-6 പുസ്തകം ശേഷം എഴുതി. ശീല കുറെ കൂടി മുന്നേ എഴുതി തുടങ്ങേണ്ടതായിരുന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിലത്തെ കരുണാട്ടനായാലും ഹരിദാസനായാലും ഗോപാലനായാലും അങ്ങനെ കുറെ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിലോ തൊട്ടടുത്തോ ഉള്ള പോലെയാണ്. ആ കുട്ടികൾക്കൊക്കെ ഒരു എന്താ പറയാ, അവർക്ക് ഒരു സമൂഹത്തിനുള്ള സ്നേഹം, നല്ല പുസ്തകങ്ങളുള്ള സ്നേഹമൊക്കെ വളരെ കൃത്യമായിട്ട് വരച്ചു കാട്ടുന്നതിൽ. കാരണം ഒരു കുട്ടി ആ പുസ്തകം എടുത്തു അവർ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു, അവരുടെ അച്ഛൻ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി അത് കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ വളരെ ഒരു കുടുംബത്തിൽ നടക്കാവുന്ന കാര്യങ്ങൾ നടക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഈ പുസ്തകം രണ്ടും എല്ലാവരും വായിക്കണം. ശ്രീലയ്ക്ക് ഇനിയും ഒരുപാട് നല്ല നല്ല പുസ്തകങ്ങൾ എഴുതാൻ ഉള്ള അവസരം ഉണ്ട്, എഴുതാനുള്ള കഴിവുണ്ട്, അത് ഉണ്ടാവട്ടെ. മുരളി മാഷിനോട് വളരെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതേപോലെ ഒരു മീറ്റിംഗിൽ കണ്ടപ്പോൾ അത്രയും താല്പര്യമില്ലാത്ത എഴുതാൻ നിർബന്ധിക്കണം മാഷ്. ഞാനത് ഇവിടെ പ്രാവശ്യം ചെയ്യാൻ ശ്രമിച്ചോളാം, എഴുതുന്ന ഓർമ്മ. അപ്പോൾ ഈ പുസ്തകം എല്ലാവരും വായിക്കണം. ശ്രീലയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദേശ് കൊറാക്ക്. പുള്ളിക്കാരുടെ നാട്ടുകാരെ മാഷുകാർ കൊണ്ട് കപ്പലിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു വേദി കിട്ടുന്നത്. അതിൽ ഫസ്റ്റ് നന്ദി അറിയിക്കുകയാണ്. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരാളല്ലോ അത്യാവശ്യം മാഷ് പറഞ്ഞ പോലെ കാട്ടകത്ത് തന്നെ ഒരു സ്ഥലം ചൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ വീട്ടിൽ ബുക്ക് ചെയ്യുകയും അത് അഭിമാനം തോന്നി. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരാൾക്കും വേണ്ടി നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയല്ലോ, അതിന് വേണ്ടി പ്രത്യേകം ആശംസ നേരിടും. ശ്രീലയെ ഞാൻ അറിയാൻ തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുള്ളൂ. ഫേസ്ബുക്കിലൂടെയാണ് അറിയുന്നത്. ഹാഫ് ഓഫ് ദ ബ്യൂട്ടി കംസ് ഫ്രം ദ ഗ്രൗണ്ട് എന്നാണല്ലോ പറയുന്നത്. അത് ശ്രീലയെ പറ്റിയാണെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അതായത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഹൃദയത്തോടടുപ്പിക്കാൻ, മനുഷ്യരെ ഹൃദയത്തോടടുപ്പിക്കാൻ, സ്നേഹിക്കാൻ ശ്രീലയോളം കഴിവുള്ള ഒരാളുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഇപ്പം ഞങ്ങൾ ജന്മജന്മാന്തര ബന്ധമുള്ളതുപോലാണ് ഞങ്ങളിപ്പോൾ. അത്ര സ്നേഹമാണ്. രാവിലെ എന്നെ മൊബൈലിനകത്ത് തോണ്ടി ഓർക്കുന്നത് തന്നെ ശ്രീലയാണ്. ഒരുപാട് മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. ഇന്നലെ കഥ മുഴുവൻ മെസ്സേജ് അയച്ച് ആ കഥ പ്രയാണം എന്ന കഥയുടെ ഫുള്ള് ഡീറ്റെയിൽസ് എനിക്ക് വോയിസിലൂടെ പറഞ്ഞു തന്ന ആളാണ്. അത്ര മിടുക്കിയാണ് ശ്രീല. ഇത് കഥാകാരി തന്നെ പറയുന്നുണ്ട് പ്രയാണം എന്നുള്ളത് സംഭവ കഥയാണ്. അതായത് ജീവൻ, അതായത്
ആത്മകഥകൾക്ക് ആത്മാവുണ്ട്, അതിന് വേദനയുടെ വെളിപ്പെടുത്തലുണ്ട്. അതുപോലെ ദുഃഖങ്ങളും അവരനുഭവിക്കേണ്ടി വരുന്ന പല സംഭവങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സംഭവമാണ് അത് എന്ന് ശ്രീല തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് സമയമില്ല. എനിക്ക് പറയാനുള്ളത് പ്രവാസത്തില് നല്ല കഥകളും ഒന്നും ഇറങ്ങുന്നില്ല എന്ന് പൊതുവെ ഒരു ആക്ഷേപം കേൾക്കുന്നുണ്ട്. പക്ഷെ സർഗാത്മക എന്ന് പറയുന്നത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതായതുകൊണ്ട് സർഗസിദ്ധിയുള്ളവർ ഏത് രാജ്യത്ത് ചെന്നാലും അവരുടെ സൃഷ്ടികൾ അവിടെ ഉദയം ചെയ്യുക തന്നെ ചെയ്യും. അതിപ്പോൾ ഉഗാണ്ടയിലായാലും UK-യിലായാലും ഓസ്ട്രേലിയയിലായാലും എവിടെയായാലും UAE-യിലായാലും അവരവരുടെ സർഗസൃഷ്ടികൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരാളാണ് ശ്രീല. ശ്രീലയുടെ എഴുത്ത് എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് എഴുതും, നല്ല ശൈലിയാണ്. കൂടുതൽ സമയമില്ലാതെന്ന് പറയാൻ കുറേ കൂടിയൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പുസ്തകത്തെ പറ്റിയും കൂടെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. എൻ്റെ ആവശ്യമില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രയാണം ശ്രീല ഇനിയും തുടരട്ടെ. ഇനിയും പുസ്തകങ്ങളുമായിട്ട് നമ്മുടെ ഈ സ്ഥലത്ത്, നമ്മുടെ ഈ രാജ്യത്തേക്ക് വരാൻ ശ്രീലയ്ക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഗീത മോഹനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തക പ്രകാശനത്തിൽ നമ്മുടെ മോഹനേട്ടന് ഉണ്ടാകേണ്ടതായിരുന്നു. ചേച്ചിയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ശ്രീലയുടെ തമിഴിടം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഈ ഒരു വേദിയിൽ വെച്ചത് കേൾക്കാൻ പറ്റിയത് നമ്മൾ ആദ്യമായിട്ടാണ് കാരണം. ശ്രീല ഞാനൊന്ന് മറിച്ച് നോക്കിയിട്ടുണ്ട് ഈ ഒരു പുസ്തകം. ഇത് കാര്യം കാണിക്കുന്ന പലതരത്തിൽ, അതായത് സ്നേഹം, അഭിമാനം, പിന്നെ പ്രണയം എല്ലാം മിക്സാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, നാട്ടിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർ, കണ്ണീരിൽ നല്ല ഇറക്കുന്ന ആൾക്കാർ, സ്വാതന്ത്ര്യമായിട്ട് കുറേ നല്ല ആത്മാക്കൾ അവരുടെ കാര്യമായ ചെയ്യുന്നത്. അതുപോലെ ഒരു 13-ാം നമ്പർ മുറിയിൽ എന്നതിൽ പ്രണയം, ജീവിതത്തിൻ്റെ അവസാനം മരണം അറിഞ്ഞുകൊണ്ട് അവസാനത്തെ ഓർമ്മയായി ജോലിനെ കൈമാറുന്ന ദമ്പതികൾ, അങ്ങനെ പലതരത്തിലുള്ള വ്യത്യസ്തമായ കഥകൾ എല്ലാം. പിന്നെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ആ രണ്ടല്ലേ ഇത്രയും സുഖത്തോടുകൂടെ നിൽക്കുമ്പോഴും അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അവരുടെ ഓരോ കോളിലും നിൽക്കുന്ന സ്വാതന്ത്ര്യയുടെ ആ ഒരു വികാരം വിചാരം നല്ലൊരു മനസ്സിനുടമ. എല്ലാവിധ ആശംസകളും. കഴിഞ്ഞ വർഷം പുസ്തകോത്സവത്തിൽ വന്ന ആളാണ് ശ്രീല. ആ സമയത്ത് ഞാനില്ല. ഞങ്ങൾ മെസ്സഞ്ചറിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയാണ് പരിചയപ്പെട്ടത്. ഈ വർഷം ശ്രീലയുടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ തന്നെ എന്നെ വിളിച്ചു. അതാണ് ശ്രീലയുടെ സൗഹൃദം. ശ്രീലയുടെ പുസ്തകത്തിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവരും പറഞ്ഞു. ഞാൻ വായിച്ചു. ഇന്നാണ് ഞാൻ സ്റ്റോളിലിരുന്ന് വായിച്ചത്. കണ്ടിന്യൂസ് വായിച്ചു പോയി. ശ്രീല പറഞ്ഞിരുന്നു അനുഭവം അവിടെ നാട്ടിലുള്ള ഒരാളുടെ കഥയാണെന്ന്. അത് ഗംഭീരമായിട്ടുണ്ട്. അത്രയും ധൈര്യം, അങ്ങനെ നാട്ടിലുള്ള ഒരാളുടെ കഥ എഴുതാന്ന് വെച്ചാൽ അതൊരു ധൈര്യം തന്നെയാണ്. ശ്രീലയുടെ ധൈര്യവും പ്രശംസിക്കാതെ വയ്യ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. സദസ്സിന് ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ശ്രീല ശ്രീ എന്ന എഴുത്തുകാരിയെയും ഒപ്പം എഴുത്തിനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സ്നേഹിതർക്കും നമസ്കാരം. നാട്ടിൻപുറത്തിന്റെ മനോഹരിതയും ഒപ്പം തന്നെ നൊമ്പരങ്ങളും ഒക്കെ ഹൃദയത്തിൽ പേറി പ്രവാസഭൂമിയിൽ ജീവിക്കുന്ന ശ്രീലാശ്രീ എന്ന എഴുത്തുകാരി ഞങ്ങൾക്കൊക്കെ അഭിമാനമാണ്. ഒരു ആരോഗ്യ പ്രവർത്തകയാണ് ഞാൻ. ഒപ്പം ശ്രീലാശ്രീയും ഒരു ആരോഗ്യ പ്രവർത്തക എന്നുള്ള നിലയിൽ ഞങ്ങൾ അഭേദ്യമായ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നു. മറ്റു പലരും പറഞ്ഞ പോലെ തന്നെ മുഖപുസ്തകത്തിലൂടെ പരിചയപ്പെട്ട് ഹൃദയത്തിനകത്ത് മണിയറ തീർത്ത് അതിൽ കുടിയിരുന്ന ദേവിയായി ഞാൻ ശ്രീലാശ്രീയെ കാണുകയാണ്. സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഒരു സ്ത്രീയായ ശ്രീലാശ്രീക്കുള്ള ആ ഒരു മഹത്തായ ഒരു കഴിവ് അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അക്ഷരക്കൂട്ടങ്ങൾ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന അക്ഷരക്കൂട്ടങ്ങളെ പുസ്തകങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ കഴിയുന്ന ഒരു കലാകാരി, ഒരു സാഹിത്യകാരി, മലയാള സാഹിത്യ രംഗത്ത് ഒട്ടനവധി നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുകയാണ്. ഒരു കാര്യം കൂടെ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നാട്ടിൻ പുറത്ത് അസൂയാലുക്കളായ അയൽക്കാർ ഉള്ള നാടാണ് നാട്ടിൻപുറം. ഒരുപാട് നന്മകളുമുണ്ട്. അങ്ങനെ ഒരു നാട്ടിൻപുറത്ത് ജനിച്ചു വരുന്ന ശ്രീലാശ്രീയുടെ ഒരു അധ്യാപിക പറയുകയാണ് അമ്മയോട്, നാളെ മുതൽ നിന്റെ കുട്ടിയെ എന്റെ വീട്ടിലെ വീട്ടുവേലക്കാരിയായി വിടുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നുള്ള ഒരു ഒറ്റ ഉത്തരത്തിൽ നിന്നും
ഉടലെടുത്ത ഒരു വലിയ എഴുത്തുകാരിയാണ് ശ്രീലാശ്രീ. എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു ആ അമ്മയോർത്ത്. തൊട്ടടുത്ത വീട്ടിലെ ടീച്ചറുടെ വീട്ടിലെ വേലക്കാരിയായി സ്വന്തം മകളെ വിട്ടുകൊടുക്കാതിരുന്ന ആ അമ്മയുടെ ആത്മധൈര്യത്തെയാണ് ഞാൻ ഈ നിമിഷം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത്. എല്ലാവരും വായിക്കണം ഈ പുസ്തകങ്ങൾ. ഒരുപാട് പറയുവാനുണ്ട്. ഈ പുസ്തകങ്ങൾ വായിക്കണം. ശ്രീലാശ്രീ എന്ന എഴുത്തുകാരിയെ അനുഗ്രഹിക്കണം. വായന ലോകത്ത്, എഴുത്തിന്റെ ലോകത്ത് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുവാൻ ശ്രീലാശ്രീ എന്ന എന്റെ സ്വന്തം ചേച്ചിക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. എനിക്ക് പറയാനുള്ളതും നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് തന്നെയാണ്. അപ്പോൾ ആ നാട്ടിൻപുറത്ത് വളർന്ന ശ്രീ ഇപ്പോൾ ലണ്ടനിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും മനസ്സിൽ ഇപ്പോഴും നാട്ടിൽ തന്നെയാണ്. ആ നന്മ ഇപ്പോഴും ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരുപാട് പേരുടെ ജീവിതത്തിലൂടെ അത് സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒത്തിരി നന്മകൾ തരുന്നു. ദൈവം സർവ്വ ഐശ്വര്യങ്ങളും തന്നെ സംരക്ഷിക്കുന്നത്. കലാകാരന്മാര്, സാഹിത്യകാരന്മാരൊക്കെ സമൂഹത്തിന്റെ സ്വത്താണ്. അവര് സമൂഹത്തിന്റെ വേദനകൾ, അതുപോലെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുക മാത്രം ചെയ്യുമ്പോൾ ശ്രീല ചെയ്യുന്നത് എക്സിക്യൂഷൻ കൂടിയാണ് നടത്തുന്നത്. തണലിടം എന്നൊരു സംവിധാനവുമായി ശ്രീല മുന്നോട്ട് പോകുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു കലാകാരിക്ക്, സാഹിത്യകാരിക്ക് എല്ലാവിധ ആശംസകളും പുസ്തകത്തിനും ഒപ്പം പിന്നീട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ നന്മകളും തരുന്നു. നന്ദി, നമസ്കാരം. ഹൃദേഷ് എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടുകാരൻ ഈ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ശ്രീലയുടെ മനസ്സാണ്. ശരിയല്ലേ? നിങ്ങൾക്ക് ആർക്ക് പറ്റും സ്വന്തം നാട്ടുകാരെ പോലും ഷാർജ അന്താരാഷ്ട്ര പുസ്തകവേളയുടെ സദസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ചങ്കൂറ്റം അതൊരു വലിയ കാര്യമാണ്. അതാണ് ശ്രീ.